ഹായ് ഗൈസ്, USMLൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് അപ്ഡേറ്റുമായിട്ടാണ്, എസ്പെഷ്യലി ഫോർ ദ പീപ്പിൾ ഇൻ മിഡിൽ ഈസ്റ്റ്. അപ്പോൾ അവിടെ അറിയാമല്ലോ, സിറ്റുവേഷൻ കാരണം അവിടുത്തെ US വിസ അപ്പോയിൻമെൻറ്റ് ഇപ്പം മാർച്ച് ഏപ്രിൽ ഉള്ള അപ്പോയിൻമെൻറ്റുകൾ മാസ് ക്യാൻസലേഷൻ ഫേസ് ചെയ്യാണ്. ഓൾമോസ്റ്റ് ഓൾ ദ എംബസീസ് ഇൻ UAE ലൈക്ക് അബുദാബി ആൻഡ് ദുബായ്. അപ്പോൾ വിസ ഇൻ്റർവ്യൂ ക്യാൻസൽ ആയിട്ടുണ്ട്, റൂട്ടീൻ വിസ സർവീസസ് സസ്പെൻഡ് ആയിട്ടുണ്ട്. അബുദാബിയിലും UAയിലും ആണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. അതിൽ എല്ലാ വിസ അപ്പോയിൻമെൻറ്റും ക്യാൻസൽ ചെയ്ത് UAയിലും അബുദാബിയിലുമാണ്. പക്ഷേ ചില എംബസികളിൽ ഇപ്പോഴും B1 B2 വിസ നടക്കുന്നുണ്ടെന്ന്, ഈ പറഞ്ഞ പോലെ വർക്ക് വിസ അല്ലെങ്കിൽ ബാക്കിയുള്ള വിസ സർവീസുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. പിന്നെ ഖത്തറിൽ എന്തോ എനിക്ക് തോന്നുന്നു വീക്ക്ലി അപ്പോയിൻമെൻറ്റ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിനകത്ത് സ്റ്റാഫിൻ്റെ ഇവാക്യുവേഷൻ കാരണവും മിലിറ്ററി ഓപ്പറേഷൻ കാരണവും പിന്നീട് അവിടുത്തെ സെക്യൂരിറ്റി റിസ്ക്കും കൊണ്ടാണ് ഈ അമേരിക്കൻ ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാൻസലായ അപ്പോയിൻമെൻറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ഒന്നല്ല, ഒരു 2-3 പേർക്ക് UAയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മാർച്ച് ഏപ്രിലിൽ ഇൻ്റർവ്യൂ ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലേക്കൊക്കെ റീസ്കെഡ്യൂൾ ആയിട്ടുണ്ട്. അപ്പം പാനിക്കാവേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പേയ്മെൻറ്റും എല്ലാം പക്കയാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ഇമെയിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. ഇമെയിലിൽ നിങ്ങൾക്ക് എന്നത്തേക്കാണ് ഡേറ്റ് വരുമെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് സിസ്റ്റത്തിൽ കയറിയിട്ട് ആ ഒരു അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ അതിനകത്ത് എക്സാക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇമെയിലിൽ തന്നെ അവർ നിങ്ങൾ അറിയിക്കും. അപ്പോൾ ഇതൊരു ഇപ്പം ഒരു അപ്ഡേറ്റും വരാത്ത ആൾക്കാരെ കൊണ്ട് വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. കാരണം വെച്ചാൽ അവർ അത് അതിൻ്റെ സ്ലോട്ട് അവൈലബിലിറ്റി അനുസരിച്ച് അറിയപ്പെടും. അപ്പം ഇതിപ്പോൾ തുടങ്ങിയല്ല, വാറൻ തുടങ്ങിയ മുമ്പ് തന്നെ ഒരു ഇന്ത്യയിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. H1B H4 ആപ്ലിക്കൻസിനും ഒക്കെ 2026 2027 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ സോഷ്യൽ മീഡിയ വെറ്റിംഗ് വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ആപ്ലിക്കേഷൻ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ വിസ ഫീസ് അടച്ചിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമിലും ലിങ്ക് കൊടുക്കാൻ പറയത്തില്ല. നമ്മൾ അപ്ലൈ ചെയ്ത് വിസ ഫീസ് അടയ്ക്കുമ്പോൾ സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ലിങ്ക് കൊടുക്കും. സോ വിസ ഫീസ് അടച്ചിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ വാങ്ങിയാൽ പോലും ചില ആപ്ലിക്കൻസിൻ്റെ സോഷ്യൽ മീഡിയയിലെ മിസ്യൂസ് കാരണം, ഒരു ആൻറ്റി അമേരിക്കൻ സെൻറ്റിമെൻറ്റ്, അമേരിക്കക്കെതിരായിട്ടുള്ള ഡിസ്കഷൻസ് ഉള്ളത് കാരണം അവരുടെ ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള ക്യാൻസലേഷൻ ഒരിക്കലും റീഫണ്ടും കിട്ടില്ല, തിരിച്ച് നിങ്ങൾക്ക് റീസ്കെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയ വെറ്റിങ്ങിൽ പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും നിങ്ങൾ അമേരിക്കക്കെതിരായിട്ടുള്ള പോസ്റ്റുകളോ കമൻറ്റുകളോ റിയാക്ഷൻസോ അല്ലെങ്കിൽ വീഡിയോസോ ഒന്ന് പ്രചരിപ്പിക്കുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കുക. ഇഫ് യു ആർ സീരിയസ് അബൌട്ട് US വിസ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയിൽ എന്ത് വേണേൽ പറയാം, നോ പ്രോബ്ലം, ഡസൻറ്റ് മാറ്റർ. സോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് അപ്ഡേറ്റ്. സോ വിസ ഇൻ്റർവ്യൂസ് ക്യാൻസൽ ആയിട്ടുള്ളവർ വെയിറ്റ് ചെയ്യുക, അവർക്ക് ഇമെയിലിൽ കൃത്യമായ ഡേറ്റും ടൈമും വരും. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും, നേരത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ DS-160 കംപ്ലീറ്റ് ആക്കാതെ തന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ ID വെച്ചിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴും നിലവിലത്തെ സാഹചര്യം അനുസരിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള DS-160 കൊണ്ട് മാത്രമേ നമുക്ക് അപ്പോയിൻമെൻറ്റ് റീസ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള DS-160 കൊണ്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വാർണിംഗ് നിങ്ങൾക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള DS-160 കൊണ്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കംപ്ലീറ്റ് ആക്കിയ DS-160 കൊണ്ട് മാത്രം അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. സോ ഇന്ന് പറയാനുള്ളത് ഇത് മാത്രമാണ്. എനിക്ക് രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ച് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എന്നവരെ ലാസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം അറിയാമല്ലോ, അൺപ്രഡിക്റ്റബിൾ ആണ്. അവിടുത്തെ സിറ്റുവേഷൻ സ്റ്റിൽ അവരുടെ ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഇച്ചിരി ആയിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ വളരെ വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് അവരുടെ ടാക്ടിക്സ് ആകാം, സ്ട്രാറ്റജി ആകാം. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു അത് വാർ വിൽ എൻഡ് സൂൺ. ഒരു ഏപ്രിൽ മിഡോട് കൂടി അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റോട് കൂടി വാർ പൂർണ്ണമായിട്ടും നിൽക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് അഗേൻസ്റ്റായിട്ട് സംഭവിക്കാം, ആരുടെയും കയ്യിലല്ല അറിയാം. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കുറേ പേർക്ക് ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ട്, അതറിയാത്ത സംശയിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഐ വിൽ ട്രൈ ടു ആൻസർ as early as possible. Thanks again for watching. Stay tuned. Cheers.